US-ഇറാൻ ബന്ധത്തിൽ വലിയ ആശ്വാസം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. ഹോർമുസ് തുറക്കുന്നതിനുള്ള വ്യവസ്ഥകൾ ഇരു രാജ്യങ്ങളും അംഗീകരിച്ചു എന്നുള്ളതാണ്. ഇറാൻ പ്രത്യേകമായി അംഗീകരിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷഭരിതമായിട്ടുള്ള ബന്ധത്തിൽ അയവ് വരുന്നതിന്റെ സൂചനകൾ ഇപ്പോൾ ലഭിക്കുകയാണ്. സ്വിറ്റ്സർലാൻഡിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആദ്യഘട്ട സമാധാന ചർച്ചകൾക്ക് ശേഷം ഇറാനുമേൽ ഏർപ്പെടുത്തിയ ഉപരോധങ്ങളിൽ 60 ദിവസത്തെ താൽക്കാലിക ഇളവ് US ട്രഷറി വകുപ്പ് പ്രഖ്യാപിച്ചു. പകരമായി അമേരിക്കയുടെ രണ്ട് പ്രധാന വ്യവസ്ഥകളും ഇറാൻ അംഗീകരിച്ചിട്ടുണ്ട്. തന്ത്രപരമായി പ്രധാനപ്പെട്ട ഹോർമൂസ് കടലിടുക്കിലൂടെ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം സ്വതന്ത്രവും സുരക്ഷിതവുമായി കടന്നുപോകാൻ അനുവദിക്കാൻ ഇറാൻ സമ്മതിച്ചു. കൂടാതെ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയിലെ ഇൻസ്പെക്ടർമാർക്ക് അവരുടെ രാജ്യത്തെ ആണവ സൗകര്യങ്ങൾ പരിശോധിക്കാൻ അനുവദിക്കും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അമേരിക്ക എന്ത് ആശ്വാസമാണ് ഇറാന് നൽകിയത്? US ട്രഷറി വകുപ്പ് ഇറാൻ 60 ദിവസത്തെ പൊതു ലൈസൻസ് നൽകി. ഈ ലൈസൻസ് പ്രകാരം 2026 ഓഗസ്റ്റ് 21 വരെ ഇറാൻ അവരുടെ അസംസ്കൃത എണ്ണയും പെട്രോ കെമിക്കൽ ഉൽപ്പന്നങ്ങളും എത്തിക്കാനും വിൽക്കാനും കഴിയും. ഇത് മാത്രമല്ല, ഈ കാലയളവിൽ എണ്ണ വ്യാപാരത്തിന് ബാങ്കിംഗ് ഇടപാടുകൾ, ഇൻഷുറൻസ്, ഗതാഗത സേവനങ്ങൾ എന്നിവയും ലഭ്യമാക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബസൻ സോഷ്യൽ മീഡിയയിലൂടെ പുരോഗതി സ്ഥിരീകരിച്ചു. എന്നിരുന്നാലും ഉത്തര കൊറിയയുമായോ ക്യൂബയുമായോ ബന്ധപ്പെട്ട ഒരു ഇടപാടുകൾക്കും ഈ ഇളവ് ബാധകമല്ലെന്ന് US വ്യക്തമാക്കി. സ്ഥിരമായ സമാധാന കരാറിനുള്ള ആകെ 14 പോയിന്റുകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിൽ ഈ രണ്ട് പ്രധാന വ്യവസ്ഥകളും അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.